ഈ പാവം ആദിവാസികൾക്ക് കേരളത്തിൽ എത്ര ആദിവാസികളുണ്ട്? അവർക്കെല്ലാവർക്കും ആധാർ കാർഡുണ്ടോ എന്ന് നിങ്ങളുടെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനോട് പോയി ചോദിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. ഒരു കാര്യം കൂടെ കേട്ടോ, അന്ന് പ്രവർത്തകരെ ശാസിച്ചെങ്കിലും എനിക്ക് ഇന്നലെ രാത്രി ആ ആദിവാസി ഊരിൽ നിന്ന് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത് ഇവിടെ ഒരു ട്രൈബൽ മന്ത്രിയുണ്ട്, അവർക്ക് ആധാർ കാർഡില്ലാന്ന്. ഈ പാവം ആദിവാസികൾക്ക് കേരളത്തിൽ എത്ര ആദിവാസികളുണ്ട്? അവർക്കെല്ലാവർക്കും ആധാർ കാർഡുണ്ടോ എന്ന് നിങ്ങളുടെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനോട് പോയി ചോദിക്കും. എന്താ, ആദിവാസികളും നിങ്ങളുടെ സഹോദരങ്ങളല്ലേ? അതോ പ്രത്യേക മതവിഭാഗക്കാർ മാത്രമാണോ? അന്വേഷിക്കണ്ടേ? അവർക്ക് റേഷൻ കിട്ടണ്ടേ? ആധാർ കാർഡ് ഇല്ലാതെ എങ്ങനെ വോട്ടേഴ്സ് ഐ ഡി എടുക്കും, വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കും? അപ്പോൾ അവർ വോട്ട് ചെയ്യരുതെന്നാണ് ഇതിന് ഉത്തരം പറയട്ടെ. ഈ വീഡിയോ ഒക്കെ ആരെങ്കിലുമൊക്കെ ഇടുമല്ലോ, ഉത്തരം പറയട്ടെ. അന്നേരം മറ്റേ ക്യാപ്സ്യൂളുമായിട്ട് ഇറങ്ങരുതെന്ന് മാത്രം അതിൻ്റെ കൂടെ ഇട്ടേക്കണം കമന്റ് കേട്ടോ. കേട്ടോ ഏതാ? അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. ഞങ്ങൾ ചോദിച്ചു നടന്ന് ഉടനെ അത് ആരോപണമായി മാത്രം തീരും. ആദിവാസികളും സഹോദരങ്ങൾ തന്നെയാണ്. ഏറ്റവും കേരളത്തിലെ ഏറ്റവും അധസ്ഥിത വർഗം ആരെന്ന് ചോദിച്ചാൽ അവരാണ്. ഏറ്റവും അടിത്തട്ട്. അവർക്ക് കാട്ടിൽ നിന്ന് പോലും ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് ജീവിക്കാൻ വലിയ നിയമങ്ങളും ലംഘനങ്ങളും ഒക്കെ തടയിടാനൊക്കെ അങ്ങ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ഉദ്യോഗസ്ഥർ. അവരൊരിക്കലും വനത്തെ ചൂഷണം ചെയ്യത്തില്ല, ഉപദ്രവിക്കത്തില്ല, നശിപ്പിക്കില്ല. നശിപ്പിക്കാൻ കയറുന്നവർക്കെല്ലാം സൗകര്യവും ചെയ്തു കൊടുക്കും. അപ്പോൾ ശരി, 26 വീണ്ടും വരും കേട്ടോ. ഒരു നിരയെ ഒരുക്കി വരും. അന്ന് ഈ അസത്തുകളെ എല്ലാം എടുത്ത് കടലിലെറിയണം. കേരളം തരണം.